എന്നെ കൂടി ഊഞ്ഞാലാട്ടോ. നീ പോടാ, നീ നിന്റെ വീട്ടിൽ ചെന്ന് ആടിയാ മതി. എന്താ മോനെ ഒരു വിഷമം പോലെ? ഇന്ന് കളിക്കാനൊന്നും പോയില്ലേ? എന്താ കുട്ടാ, എന്തു പറ്റി? എനിക്ക് അമ്മയോട് പിണക്ക. അല്ല, എന്തിനാ മോനെ അമ്മയോട് പിണങ്ങുന്നേ? എനിക്ക് ഓണത്തിന് പുത്തിനോട് പൂഞ്ഞാലൊന്നും ഇല്ലേ? മോനെ അച്ഛൻ വരുമ്പോ പുത്തനുടുപ്പും ഊഞ്ഞാലും എല്ലാം ഉണ്ടാക്കി തരും. അച്ഛൻ എന്നാ വരുന്നേ അമ്മേ? അച്ഛൻ അച്ഛൻ വരും, മോന്റെ അച്ഛൻ വരും. ആ, ഓണമൊക്കെ എവിടം വരെയായി? ഓ, ഈ ഓണത്തിനെങ്കിലും നിന്റെ കെട്ടിയൻ വരുമോ? പരോളിന് അപേക്ഷിച്ചിട്ടുണ്ട്. അവര് കനിഞ്ഞാൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, ഉണ്ണിക്കുട്ടനെ ഓണത്തിന്റെ അന്ന് വീട്ടിലോട്ട് വിട്. വേണ്ട. അതെന്താ? അവന്റെ അച്ഛൻ വന്നിട്ട് ഓണം ഉണ്ടാ മതി. അല്ല, ഇനിയിപ്പൊ ജയിലിൽ നിന്ന് എന്ന് വിടുന്ന് വെച്ചിട്ടാ? അറിയില്ല, എല്ലാം ഈശ്വരന്റെ കയ്യിലാ. ഞാനും കൂടി ഉണ്ടാക്കട്ടെ. നീ ഞങ്ങളുടെ പേപ്പർ എടുക്കണ്ട. അതെന്താ? നിന്റെ അച്ഛൻ ഒരാളെ കൊന്ന് ജയിലിൽ പോയതല്ലേ? നിന്റെ കൂടെ കൂടിയല്ലേ ഞങ്ങളും ചീത്തയാവുന്ന ഞങ്ങളുടെ അമ്മ പറഞ്ഞേ. ഒന്ന് പോരായിരുന്നു. അത് കണ്ടോ, നിന്റെ വഞ്ചി മുങ്ങി. നിക്ക് നിക്ക്, ഞാനും വെക്കട്ടെ. നോക്കിക്കേ, എന്നെ പിടിച്ചോണ്ടല്ലേട്ടോ. ഞാൻ പോവാ, എനിക്ക് വിശക്കുന്നു. മാറടാ, തല്ലിക്കോ, ഇനി ഇട്ടോ. എന്റെ വഞ്ചി പോണണ്ട. ഹായ്. അമ്മേ, ആ കണ്ണനൊക്കെ പുതിയ ഉടുപ്പ് മേടിച്ചു. എനിക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു തരും അമ്മേ? അമ്മയുടെ കയ്യിൽ എവിടെന്നാ മോനെ കാശ്? മോൻ വിഷമിക്കണ്ട. അമ്മ ജോലിക്ക് വന്ന വീട്ടിലെ പിള്ളേരെ പഴയത് വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിച്ചോണ്ട് വരാം. അമ്മേ, എന്താ മോനെ? അച്ഛൻ എന്തിനാ ജയിലിൽ പോയതമ്മേ? നീ വല്ലതും കഴിച്ചോ? ഇല്ല, വേണ്ടെന്നേ. നീ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ എന്റെ മോനെ അതിന്റെ ക്ഷീണം. പിന്നെ നിന്നെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവണമെന്നാ എന്റെ പ്രാർത്ഥന. അതെന്താ ചേട്ടനെ പോലെ ഇരുന്ന? അത് വേണ്ട, നിന്നെ പോലെ ഇരുന്നാ മതി. അല്ലെങ്കിലും നാട്ടുകാർക്ക് എന്നോട് അസൂയ, നമ്മളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നതിൽ.
ആ ഏതാടാ ഈ പെണ്ണ്? അത് നമ്മുടെ കുടിയാ മണിയുടെ ഭാര്യയാ. ഇറക്കുമതിയാണോ? അവൻ അക്കരെന്ന് പ്രേമിച്ച് കെട്ടിയതാ. കൊള്ളാവല്ലോടാ ഉരുപ്പടി. പണ്ടൊക്കെ കുടിയാൻ ഒരു വാഴ വെച്ചാൽ ആദ്യത്തെ കൊല തമ്പുരാനായിരുന്നു. എനിക്കിപ്പോ രണ്ടാമത്തെ കൊലയാണേലും മതിയടാ. ഓ ആ അതൊക്കെ പോട്ടെ. ഇടാ, അവളെ വീട്ടിലോട്ട് വരുത്താൻ എന്താണ് ഒരു വഴി? ഒരു വഴിയുണ്ട്. മുതലാളി ഇതൊന്ന് പിടിച്ചേ. ഞാനൊരു നമ്പർ ഇറക്കിയിട്ട് ഇപ്പൊ വരാം. എടി രാധേ, നിനക്കിപ്പോ പണി വല്ലതും ഉണ്ടോടി? ഇല്ല ആ ഏട്ടാ. ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്നാ കുറച്ച് ദിവസം മുതലാളിയുടെ വീട്ടിൽ ചെന്നൊന്ന് സഹായിക്കണം. മുതലാളിക്ക് നിന്നോടുള്ള താല്പര്യം കൊണ്ട് പറഞ്ഞയച്ചതാ. ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് പറയാം. എന്നാലേ നാളെ തന്നെ വരണം. ആ. ആ. ആ കാര്യസ്ഥൻ പിള്ള വന്നിരുന്നു. എന്തിനാ? കുറച്ചു ദിവസം മുതലാളിയുടെ വീട്ടിൽ പണിക്ക്. എവിടെയെങ്കിലും ഞാനും കൂടി പണിക്ക് പോകണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അന്നേരം ഈശ്വരൻ അയച്ചതുപോലെയാ കാര്യസ്ഥൻ. നീ എന്തിനാ പണിക്ക് പോകുന്നത്? ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. 7-8 മാസം കൂടി കഴിയുമ്പോ പ്രസവം. ഇപ്പൊ എത്ര രൂപയുണ്ടെങ്കിലാ? കാശിനെ പറ്റിയൊന്നും നീ വിഷമിക്കണ്ട. പിന്നെ കണ്ടവന്റെ കലം കഴുകാനല്ല ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. അവർക്ക് പണിക്കാർ വേണമെങ്കിൽ അവര് വേറെ നോക്കിക്കൊള്ളും. ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോണില്ല. ആ ദാ. അവള് നമ്മളെ വിളിച്ച വാരിയില്ലല്ലേ? അവൾക്ക് ഇഷ്ടായിരുന്നു. അവളുടെ കെട്ടിയോ മിടിയല്ലെന്നേ. അപ്പൊ അവനാണ് പ്രശ്നം. അതെ. അവന് നമുക്കങ്ങ് തീർത്താൽ. ഓ മുതലാളി പണ്ടത്തെ കാലമൊന്നുമല്ല. പോലീസ് അറിഞ്ഞ അപ്പ പോക്കും. അതിനെന്താ, ജയിലിൽ പോവാൻ താനില്ലേ? അല്ല, അങ്ങനെയല്ലേ അതിന്റെ ഒരു കീഴ്വഴക്കം. എന്റെ പൊന്നു മുതലാളി, എനിക്ക് ഭാര്യയും 2 മക്കളും ഉള്ളതാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാടാ. ഈശ്വര, ഇവിടെ നിന്ന എന്റെ കാര്യം പോക്ക. എന്നെ വിളിച്ചോ, ഞാൻ ഇപ്പൊ വരാം. എന്തൊരു കഷ്ടാ ദൈവമേ. ഞാൻ എടി, ഇത്തിരി വെള്ളം കുടിക്കാനും എടുത്തി. വല്ലാത്ത ദാഹം.
നീ വിഷമിക്കണ്ട, ഞാനില്ല കൂടെ. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? ആ, പറയുന്നത് കേൾക്ക്. മോളെ വിഷമിക്കാതെ, ഞാനില്ല കൂടെ. എന്താടാ? ഇത്തിരി കാശ് വേണമായിരുന്നു. അപ്പുറത്തൊന്ന് വാങ്ങിച്ചോളൂ. ഓ, അമ്മേ, അമ്മ കരയണ്ട കേട്ടോ. ഉണ്ണിക്കുട്ടിനെ ഇനി ഒന്നും ചോദിക്കില്ല. പോസ്റ്റ്. മോനെ, ഓണത്തിന് അച്ഛൻ വരുന്നോന്ന്. ഉണ്ണിക്കുട്ടന്റെ ഈ തവണത്തെ ഓണം അച്ഛന്റെ കൂടെ. സന്തോഷായില്ല എന്റെ കുട്ടന്? എടാ, അതേ, എന്റെ അച്ഛൻ ഓണത്തിന് കളിപ്പാട്ടവും പുത്തനുടുപ്പൊക്കെ വാങ്ങിയിട്ട് വരുമല്ലോ. അതിന് എന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് പറഞ്ഞല്ലോ വരുന്നേ, ജയിലിൽ നിന്നല്ലേ. എന്റെ അച്ഛൻ വരുമ്പോ ഞാൻ നിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുമല്ലോ. പിന്നെ നിന്റെ അച്ഛൻ ഇപ്പൊ ഞങ്ങളെ പിടിച്ച് മൂക്കി കയറ്റോ? ഒന്ന് പോരായിരുന്നു. നീ ഒന്നും ഇല്ലല്ലോ ഈ ഓണത്തിന് എന്റെ കൂടെ കളിക്കാൻ. എന്റെ അച്ഛനുണ്ടല്ലോ. ഇവിടെ അമ്മ,
നടുക്ക് ഉണ്ണിക്കുട്ടൻ. അല്ലെങ്കിൽ വേണ്ട. ഇവിടെ അമ്മ, ഇവിടെ അച്ഛൻ, നടുക്ക് ഉണ്ണിക്കുട്ടൻ. ശ്ശേ. ഇത് വേണ്ട. അതെന്താ മോനെ? ഞാൻ അച്ഛന്റെ മടിയിലിരുന്ന് അച്ഛൻ എനിക്ക് വാരിത്തരുമല്ലോ. ഇത്രയും നേരായില്ലേ? മോനുണ്ടോ? അച്ഛൻ വരാൻ വൈകും. വേണ്ട, ഞാൻ അച്ഛൻ വന്നിട്ടേ ഉണ്ണുന്നുള്ളൂ. വിശക്കില്ലേ മോന്? ഇല്ല, അച്ഛൻ വരുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാം. അമ്മേ, ഈ അച്ഛൻ വന്നു. വേഗം വാ അമ്മേ, വാ. ജയിലിൽ നിന്ന് വരുവാ. ഇതിവിടെ തരാൻ പറഞ്ഞു. കുട്ടിക്കൊരു ഉടുപ്പ് തന്നു വിട്ടിട്ടുണ്ട്. പരോള് കിട്ടിയില്ല. അടുത്ത ഓണത്തിന് ശിക്ഷ തീർത്ത് പോരാൻ പറ്റുമെന്ന് പറയാൻ പറഞ്ഞു. പുള്ളിക്കാരന് വരാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട്. എന്നാ ഞാൻ പോവാ. ഇരിക്കുന്നില്ല. ഇല്ല, വീട്ടിൽ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. എന്നാ പോട്ടെ. മോൻ ഇതൊന്നും ഇട്ടേ.